അങ്ങേര് വന്നിട്ടുണ്ട്. ആര്? അപ്പുറത്തെ 3 മേനോൻ. എന്തിനാ? അത് ഞാൻ ചോദിച്ചില്ല, നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ? എന്നും അതെ, ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ നേരത്തെ എന്തെങ്കിലും ഒരു തടസ്സം വന്നു തരും. നാശം. ഞാനിപ്പോ അങ്ങേരോട് എന്താ പറയണ്ടേ? ഇരിക്കാൻ പറ. സാരി ഉടുക്കണ്ട് ഞാൻ ഇങ്ങോട്ട് ചെല്ലണോ? ഇത് നല്ല കൂത്ത്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? സാരമില്ല, വരട്ടെ. മേം സാബിന്റെ സമയത്തിന് വിലയുള്ളതാണ്. നമുക്കൊക്കെ സമയം പോകാനാണ് ബുദ്ധിമുട്ട്. അതെ, അതുകൊണ്ട് കാത്തിരിക്കാം. എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. റിയലി, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒരു ഏറ്റുമുട്ടലില്ലാതെ പോകുന്നത്? ഏറ്റുമുട്ടലോ? അതെ, പ്രശ്നങ്ങളില്ലാതെ ഒരുമിച്ച്. ഓ, ആ കാര്യമൊന്നും പറയണ്ട എന്റെ മേന്നെ. ഞാനായതുകൊണ്ട് നിക്കാണ്. കൂടെ പുറപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ സ്വന്തക്കാരുമില്ല, നാട്ടുകാരുമില്ല. ഉണ്ടാവരുത്. ഉണ്ടായാൽ ലോകത്തിന്റെ സ്ഥിതി ആകെ മാറും. ലോകത്തെന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു. അതിനിടയിൽ കുറച്ച് തമാശകളും വേണ്ടേ? അങ്ങനെയുള്ള തമാശക്കാരാണ് ശാരദാമണി അമ്മയും ഞാനും, അങ്ങനെ പലരും. ഗുഡ് മോർണിംഗ് മാം സാബ്. ഞങ്ങൾ ചില ലോക കാര്യങ്ങൾ പറയുകയായിരുന്നു. സമയം കളയുന്നില്ല, എനിക്കും കുറച്ച് ധൃതിയുണ്ട്. ഇന്ന് എന്റെ വീടിന് സ്ഥാനം കണ്ട് കുറ്റിയടിക്കുന്ന ദിവസമാണ്. രാവിലെയാണ് പൂക്കുഞ്ഞു പറയുന്നത് അയൽക്കാരെയൊക്കെ ക്ഷണിക്കണമെന്ന്. അയൽക്കാരെയൊക്കെ ക്ഷണിക്കണമെന്ന്? അതെ. അപ്പോ ആദ്യം ഇവിടെ വന്ന് ക്ഷണിക്കണമെന്ന് കരുതി. മേം സാബ് വരണം. ഞാൻ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പോവാറില്ല. ഞാനും അതെ. ഞാൻ പലർക്കും ഒരു ശല്യമാണ്. അല്ല, എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എന്റെ കാര്യം വന്നപ്പോ ആരെങ്കിലുമൊക്കെ വേണം എന്നൊരു ഒരു ആഗ്രഹം. സ്വന്തമെന്ന് പറയാൻ ഒരു വീട്, അത് ഒരാശയായിരുന്നു. അത് ഒരാശയായിരുന്നു. അതെ. മുകുന്ദൻ മേനോൻ എന്തിനാണ് ഒരു വീടെന്ന് ചോദിച്ചാൽ ശരിയാണ്. പറന്നു കിടക്കുന്ന കിളിക്ക് എന്തിനാണ് വീട്? പക്ഷേ ഒരു കൂട് വേണമല്ലോ. വേണം. കൂടും വേണം, കൂട്ടിനൊരു പെണ്ണും വേണം. ഒക്കെ ഉണ്ടാവണം എന്നെ. എന്തിന്? ഇനി പെണ്ണും കുട്ടികളും കൂടി നമ്മളെ വട്ടനെന്ന് വിളിക്കുന്ന കേൾക്കണോ? വേണ്ട, അത് വേണ്ട. ആ, തിരക്കുണ്ട്. എന്നാലും മേം സാബ് വരണം. എനിക്ക് വരാൻ പറ്റില്ല, ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ദാറ്റ് ഈസ് ഗുഡ്. ലാൻസ് നായിക് മുകുന്ദൻ മേനോന്റെ വീടിനേക്കാൾ എത്രയോ വലുതാണ് രോഗികൾ, ആശുപത്രി. പക്ഷേ മേം സാബ്, മുകുന്ദൻ മേനോന് വേണ്ടി ഒരു വാക്ക് ഒന്ന് പറയണം ഈശ്വരന്മാരോട്. ശപിച്ചപ്പോൾ കേട്ടല്ലോ, ചിലപ്പോ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഒരു വാക്ക് പറയൂ. പ്രാർത്ഥിക്കാം.